ഏറ്റുമുട്ടൽ കൊലകളുടെ രാഷ്ട്രീയം. അതീഖ് അഹമ്മദ് എന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള രാഷ്ട്രീയ നേതാവും സഹോദരൻ അഷ്റഫും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വെച്ച് ഏപ്രിൽ 15 കൊല്ലപ്പെട്ടത് വലിയ വാർത്തയായി. തലേ ദിവസമാണ് മുതിർന്ന BJP നേതാവും മുൻ കാശ്മീർ ഗവർണറുമായ സത്യപാൽ മാലിക് പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് സെൻസേഷണൽ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഒരുപക്ഷെ മാലിക്കിന്റെ വാർത്തയിൽ നിന്നും വഴിതിരിച്ചുവിടാൻ ആസൂത്രണം ചെയ്ത കൊലകളായിരുന്നിരിക്കാം അതീഖിന്റെയും സഹോദരന്റെയും. UPയുടെ സമീപകാല രാഷ്ട്രീയ അന്തർധാര പരിശോധിക്കുമ്പോൾ അവിടെ നടക്കുന്ന പലതും ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് പുറത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തനി അരാജകത്വമാണ് യോഗിയുടെ ഭരണത്തിന്റെ മുഖമുദ്ര. പ്രമാദമായ പല വ്യാജ ഏറ്റുമുട്ടൽ പരമ്പരകളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അരങ്ങേറിയത് മോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയും അമിത് ഷാ ആഭ്യന്തരമന്ത്രിയുമായ കാലഘട്ടത്തിലാണ്. 2002നും 2006നുമിടക്ക് 22 ഏറ്റുമുട്ടലുകളാണ് നടന്നത്. സാദിഖ് ജമാൽ, ഇസ്രത് ജഹാൻ, സൊഹ്റാബുദ്ദീൻ ഷേഖ്, തുളസിറാം പ്രജാപതി എന്നിവരുടേത് വ്യാജ ഏറ്റുമുട്ടലുകളായിരുന്നു. ഇവയുടെയൊക്കെ കഥകൾ പിന്നീട് പല പ്രസിദ്ധീകരണങ്ങളിലും പുസ്തകങ്ങളിലും ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടൽ കൊലകൾ നടന്നത് ബോംബെ അധോലോകത്തിനെതിരെ 1980-90കളിലാണ്. ആ പാതയിലാണ് പിന്നീട് വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്ന BJP സർക്കാരുകൾ സഞ്ചരിച്ചത്. ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ആസാം, കാശ്മീർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വ്യാജ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ തെറ്റാണ്. രാഷ്ട്രത്തിന് അത്രമേൽ ഭീഷണിയുള്ള തീവ്ര ഗ്രൂപ്പുകളെ കീഴടക്കുവാൻ അസാധ്യമെന്ന് തോന്നുന്ന അപൂർവ ഘട്ടങ്ങളിലോ സുരക്ഷാ സേനയുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയോ അല്ലാതെ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ ന്യായീകരിക്കപ്പെടാവുന്നതല്ല. നീതിവ്യവസ്ഥയുടെ പരാജയമായിട്ടാണ് പരിഷ്കൃത സമൂഹം ഇതിനെ കാണുന്നത്. എന്നാൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ 2017 മുതൽ ഇതുവരേക്കും 10,900 ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട് എന്ന് രേഖകൾ പറയുന്നു. തോക്കിന്റെ ഭാഷയിൽ വിശ്വസിക്കുന്നവർക്ക് അതേ രീതിയിൽ മറുപടി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രിയാണ് യോഗി. 183 പേരെയാണ് ഈ കാലയളവിൽ ഉത്തർപ്രദേശിൽ പോലീസ് കൊന്നുതള്ളിയത്. തോക്കുകളുടെ ശക്തിയിലാണ് നിയമത്തിന്റെ ശക്തിയേക്കാൾ ഇത്തരം ഭരണാധികാരികൾ വിശ്വസിക്കുന്നത്. കുറഞ്ഞത് 59 നിയമവിരുദ്ധ കൊലപാതകങ്ങൾ പോലീസ് നടത്തിയെന്ന ആരോപണങ്ങളിൽ UN മനുഷ്യാവകാശ വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. പലരും നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരാണ്. ആർക്കും എവിടെയും പരാതി നൽകാൻ സാധിക്കാത്ത വിധം രാജ്യദ്രോഹ കുറ്റം പോലെയുള്ള ഭീകര ചാർജുകളിൽപ്പെടുത്തിയാണ് കൊന്നുതള്ളുന്നത്. UPയിൽ മുമ്പും ഇത്തരം പൈശാചിക കൃത്യങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. 1987 മീററ്റിനടുത്ത ഹാഷിംപുരയിൽ PAC അർദ്ധസൈനിക വിഭാഗം 50 മുസ്ലിം ചെറുപ്പക്കാരെ ട്രാക്കിൽ കയറ്റി വിജനമായ സ്ഥലത്തു കൊണ്ടുപോയി വെടിവെച്ചു കൊന്ന് കനാലിൽ തള്ളി. എല്ലാ 3 ദിവസത്തിലും ഒരു ഏറ്റുമുട്ടൽ കൊല ഇന്ത്യയിൽ നടക്കുന്നുവെന്നാണ് കണക്കുകൾ. 2019 ഹൈദരാബാദിലെ ഒരു വെറ്റിനറി ഡോക്ടറെ ബലാത്സംഗം ചെയ്തുവെന്ന് ആരോപണം നേരിട്ട 4 പ്രതികളെ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിന് കൊണ്ടുപോയി അവിടെ വെച്ച് ഏറ്റുമുട്ടലിൽ പോലീസ് വധിച്ചു. സുപ്രീം കോടതി ജഡ്ജായിരുന്ന ജസ്റ്റിസ് VS സിർപുർക്കാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ഇത് മനഃപൂർവ്വമുള്ള കൊലയാണ് എന്നാണ്. ഇന്ത്യൻ പീനൽ കോഡ് വകുപ്പ് 300 പറയുന്നത് ഒരാളെ അയാളുടെ അനുവാദമില്ലാതെ കൊല്ലുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ്. വധശിക്ഷ നടപ്പാക്കുവാനുള്ള അധികാരം നിയമപാലകർക്കല്ല, നീതിന്യായ വ്യവസ്ഥക്കുള്ളതാണ്. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നിർദ്ദയം ലംഘിക്കുകയാണ്. പോലീസിന് അനന്തമായ അധികാരമാണ് ജനങ്ങളുടെ സ്വത്തിനും ജീവനും മേലുള്ളത്. രാജ്യത്ത് ക്രമസമാധാനം പുലരുന്നതിന് വേണ്ടിയാണ് അതങ്ങനെ. അത് രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നീട് ആ നാട്ടിൽ ക്രമസമാധാനമോ നീതിയോ ഉണ്ടാവില്ല. UPയിൽ ഇപ്പോൾ സംഭവിക്കുന്നതും അതുതന്നെയാണ്. എൻകൗണ്ടർ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഏറ്റുമുട്ടൽ കൊലകൾക്ക് സേനയിൽ സ്പെഷ്യലിസ്റ്റുകൾ തന്നെയുണ്ട്. അവരും ആഭ്യന്തരം കൈയാളുന്നവരും തമ്മിൽ ഗൂഢവും ഗാഢവുമായ ബന്ധമാണുണ്ടാകുക. ഞങ്ങൾ അനുസരിക്കുക മാത്രമാണ് എന്നതാണ് ഉദ്യോഗസ്ഥ നിലപാട്. ഇതുതന്നെയാണ് ഗുജറാത്ത് വംശഹത്യ നടന്ന കാലത്തും പോലീസ് പറഞ്ഞത്. ഹത്രാസിലെയും ബൽറാംപൂരിലെയും ബലാത്സംഗ കൊലപാതകങ്ങളും ഇരകളോട് അധികാരികൾ പുലർത്തുന്ന നീതി നിഷേധത്തിന്റെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും പശ്ചാത്തലത്തിൽ വാർത്തകൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ UPയിലെത്തിയ സിദ്ദീഖ് കാപ്പൻ എന്ന മലയാളി പത്രപ്രവർത്തകനെ അകാരണമായി ജയിലിലടച്ചത് 2 വർഷമാണ്. സാക്കിർ നായിക്കുമായി അടുപ്പമുണ്ടോ എന്നായിരുന്നു പ്രധാനമായും കാപ്പനോട് ചോദിച്ചത്.
എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണത്തിൽ പിടിക്കപ്പെട്ട പ്രതി ഷാറൂഖ് സൈഫി മൗലിക സ്വഭാവമുള്ള തീവ്രവാദിയാണ് എന്നതിന് തെളിവായി ADGP അജിത് കുമാർ പറഞ്ഞതും ഇതുതന്നെ. ഷാറൂഖ് സാക്കിർ നായിക്കിന്റെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട് എന്ന്. ഷഹീൻ ബാഗിൽ നിന്നും പിടിക്കപ്പെട്ടയാളാണ്. കേരളത്തിൽ പോലും ഇത്തരം ആഖ്യാനങ്ങൾ സംഗതമാണ്. കഷ്ടം തന്നെ. പലതും മറച്ചുവെക്കുവാനും വലിയ അഴിമതികളും ആരോപണങ്ങളും മറികടക്കാനും തെരഞ്ഞെടുപ്പ് ജയിക്കുവാനും തനിക്ക് തീവ്രവാദികളിൽ നിന്നും ഭീഷണിയുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിനും അതുവഴി ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന നേതാവായി വളരുവാനും തങ്ങൾക്കിഷ്ടമില്ലാത്ത വിഭാഗങ്ങളെ തുടച്ചു നീക്കുവാനുമൊക്കെയാണ് ഭീകരാക്രമണങ്ങളും ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളും നടക്കുന്നത്. ഇതിൽ ഭൂരിപക്ഷവും രാഷ്ട്രീയക്കാരായ ഭരണകൂടങ്ങൾ നടത്തുന്നവയാണ്. 2001 പാർലമെന്റ് ആക്രമണം അത്തരത്തിലുള്ളതായിരുന്നു എന്ന് പറയേണ്ടി വരും. കാർഗിൽ യുദ്ധത്തിൽ രക്തസാക്ഷികളായ ജവാന്മാർക്ക് ശവപ്പെട്ടി വാങ്ങിയതിൽ കുംഭകോണം നടന്നുവെന്ന് പാർലമെന്റിൽ ശക്തമായ ആരോപണം നടക്കുമ്പോഴാണ് പാർലമെന്റ് ആക്രമിക്കപ്പെട്ടത്. ഇന്നും അറിയില്ല ആ തീവ്രവാദികൾ ആരെല്ലാമായിരുന്നുവെന്ന്. അതിന്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട അഫ്സൽ ഗുരു തന്നെ കാശ്മീരിൽ നിന്നും ഡൽഹിയിലെത്തിച്ചത് പുൽവാമയിൽ നിന്നുള്ള DSP ദവീന്ദർ സിംഗ് ആണെന്ന് പറഞ്ഞിരുന്നു. അതന്വേഷിച്ചില്ല. പിന്നീട് ഈ DSP ഡൽഹിയിലേക്കുള്ള യാത്രയിൽ തന്റെ തന്നെ കാറിൽ ഹിസ്ബുൾ മുജാഹിദീൻ തീവ്രവാദികളോടൊപ്പം പിടിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടുവെങ്കിലും തീവ്രവാദികളുമായി അദ്ദേഹത്തിനുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഡീപ് സ്റ്റേറ്റ് ഭരണകൂടം ഉള്ളിടത്തൊക്കെ ഇങ്ങനെയാണ്. അവരാണ് ഭീകരരെ ഉണ്ടാക്കിയെടുക്കുന്നത്, ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുന്നത്, ആവശ്യം കഴിഞ്ഞാൽ കൊല്ലുന്നതും. 2002 കലാപകാലത്ത് ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഹരേൻ പാണ്ഡ്യ. കേശുഭായ് പട്ടേലിന്റെ മന്ത്രിസഭയിലെ രണ്ടാമനും VHPയുടെ നേതാവ് പ്രവീൺ തൊഗാഡിയയുടെ പ്രതിനിധിയുമായിരുന്നു. കലാപത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഹരേൻ പാണ്ഡ്യയ്ക്ക് മോദി സീറ്റ് കൊടുത്തില്ല. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള ദി കൺസേൺഡ് സിറ്റിസൺസ് ട്രിബ്യൂണലിന് മുന്നിൽ ഗുജറാത്ത് കലാപത്തിന്റെ വസ്തുതകൾ പാണ്ഡ്യ വിശദീകരിക്കുമെന്ന് ഭരണകൂടത്തിന് ബോധ്യമായി. അന്ന് പ്രഭാതത്തിൽ നടക്കാനിറങ്ങിയ പാണ്ഡ്യയ്ക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചു. ഗുജറാത്ത് കലാപം പോലെ, നൂറുകണക്കായ വ്യാജ ഏറ്റുമുട്ടൽ പോലെ, തെരഞ്ഞെടുപ്പ് കാലത്തെ ബോംബ് സ്ഫോടനങ്ങൾ പോലെ, മുൻ MP ഇഹ്സാൻ ജാഫ്രിയുടെ ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല പോലെ ഹരേൻ പാണ്ഡ്യയുടെ കേസും വിസ്മൃതിയിലായി.